സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരള എന്നതിൽ നിന്നും കേരളം എന്നാക്കി മാറ്റണമെന്ന ആവശ്യത്തിന് രാഷ്ട്രീയ ഭേദമന്യേ പിന്തുണ ഏറുന്നു. ഭരണപക്ഷമായ ഇടതുമുന്നണി നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയതോടെ ഈ വിഷയം പുതിയൊരു തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. കേരളത്തിന്റെ തനിമയും ഭാഷാപരമായ ശുദ്ധിയും വീണ്ടെടുക്കുന്നതിനായുള്ള ഈ പോരാട്ടത്തിൽ ബി.ജെ.പി. ഒപ്പമുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പേരുമാറ്റത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സർക്കാരിനും അദ്ദേഹം കത്തുകൾ അയച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തിന്റെ പേര് മാറ്റണമെന്ന കാര്യത്തിൽ കേരള നിയമസഭ ഒറ്റക്കെട്ടായാണ് തീരുമാനമെടുക്കുന്നത്. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഭാഷകളിലും സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിനോട് നിയമസഭ ആവശ്യപ്പെട്ടത്. ഈ വിഷയത്തിൽ രാഷ്ട്രീയമായ വിയോജിപ്പുകൾ മാറ്റിവെച്ച ബി.ജെ.പി. എടുത്ത നിലപാട് ശ്രദ്ധേയമാണ്. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാനുള്ള ഏത് നീക്കത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിൽ ഇക്കാര്യം അടിയന്തരമായി പരിഗണിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മലയാളികൾ തങ്ങളുടെ നാടിനെ കേരളം എന്ന് വിളിക്കുമ്പോഴും ഇംഗ്ലീഷ് രേഖകളിൽ അത് കേരള എന്നാണ് നിലനിൽക്കുന്നത്. ഇത് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഉച്ചാരണ വൈകല്യങ്ങളുടെ ബാക്കി പത്രമാണെന്നാണ് ചരിത്രകാരന്മാരുടെ പക്ഷം. നൂറ്റാണ്ടുകളായി നമ്മുടെ സാഹിത്യത്തിലും ചരിത്രരേഖകളിലും കേരളം എന്ന പേര് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇംഗ്ലീഷ് ഭാഷ ശൈലിയിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ അവസാനത്തെ എന്ന ശബ്ദം നഷ്ടപ്പെടുകയും അത് കേരള ആയി മാറുകയും ചെയ്തു. ഐക്യ കേരളം രൂപീകൃതമായിട്ട് 6.5 പതിറ്റാണ്ടിലേറെ പിന്നിട്ടിട്ടും ഭരണഘടനാപരമായ രേഖകളിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. സർക്കാർ ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന സീലുകളിലും കത്തുകളിലും ഇപ്പോഴും ഗവൺമെന്റ് ഓഫ് കേരള എന്നാണ് രേഖപ്പെടുത്തുന്നത്. ഈ വൈരുദ്ധ്യം അവസാനിപ്പിക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന പൊതുവികാരം. മലയാളികൾക്ക് അവരുടെ മാതൃഭാഷയിൽ സ്വന്തം നാടിനെ വിളിക്കാനുള്ള അവകാശം ഔദ്യോഗിക രേഖകളിലും പ്രതിഫലിക്കണം. ഇതിനായുള്ള ഭരണഘടനാ ഭേദഗതിയാണ് നിയമസഭ ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ കത്തിൽ സംസ്ഥാനത്തിന്റെ സാംസ്കാരിക സ്വത്വം വീണ്ടെടുക്കാനുള്ള ഈ നീക്കത്തിന് എല്ലാവിധ രാഷ്ട്രീയ പിന്തുണയും രാജീവ് ചന്ദ്രശേഖർ വാഗ്ദാനം ചെയ്തു. ഇതൊരു ഭരണഘടനാപരമായ പ്രക്രിയയാണെന്നും അതിന് കേന്ദ്രത്തിന്റെ അനുമതി ആവശ്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹം സമാനമായ കത്ത് നൽകിയിട്ടുണ്ട്. പേരുമാറ്റത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെടണമെന്നാണ് കത്തിലെ ഉള്ളടക്കം. ഇതോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ആശയവിനിമയത്തിൽ ഈ വിഷയം മുൻഗണന നേടും. 2024 ജൂണിലാണ് കേരള നിയമസഭ ഈ ചരിത്രപരമായ പ്രമേയം പാസാക്കിയത്. ഭരണഘടനയുടെ അനുച്ഛേദം 3 പ്രകാരം പേരുമാറ്റത്തിനുള്ള നടപടികൾ ആരംഭിക്കണമെന്ന് മുഖ്യമന്ത്രി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. സഭയിലെ എല്ലാ അംഗങ്ങളും ഇതിനെ അനുകൂലിക്കുകയായിരുന്നു. പല ഇന്ത്യൻ നഗരങ്ങളും സംസ്ഥാനങ്ങളും ഇതിനോടകം തന്നെ തങ്ങളുടെ തനിമയുള്ള പേരുകളിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. ബോംബെ മുംബൈ ആയതും മദ്രാസ് ചെന്നൈ ആയതും ബാംഗ്ലൂർ ബംഗളൂരു ആയതും ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഈ നിരയിലേക്കാണ് ഇപ്പോൾ കേരളവും എത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ ഔദ്യോഗികമായി കേരളം എന്ന പേര് പ്രാബല്യത്തിൽ വരികയുള്ളൂ. പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതി ബില്ല് പാസാക്കേണ്ടതുണ്ട്. ബി.ജെ.പി. കൂടി ഈ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നതോടെ കേന്ദ്രത്തിൽ നിന്നും അനുകൂലമായ നിലപാട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനത്തിന്റെ പേര് മാറുന്നതോടെ പാസ്പോർട്ടുകൾ, ആധാർ കാർഡുകൾ, കേന്ദ്ര സർക്കാർ രേഖകൾ എന്നിവയിലെല്ലാം കേരളം എന്ന് രേഖപ്പെടുത്താൻ സാധിക്കും. മലയാളികളുടെ ദശകങ്ങൾ നീണ്ട ആവശ്യത്തിനാണ് ഇതോടെ പരിസമാപ്തമാകുന്നത്.